സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ക്യോട്ടോ പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ എൻവയറമെൻ്റൽ കൺവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്, കൺവെൻഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് നമ്മൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളൊക്കെ കാണുന്നത്. നമ്മൾ ആദ്യം ക്ലബ് ഓഫ് റോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് കണ്ടായിരുന്നു. ക്ലബ് ഓഫ് റോം എല്ലാത്തിൻ്റെ ഒരു മുത്തച്ഛന, അതായത് നമ്മൾ കണ്ടവാനും റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് ഈ ക്ലബ് ഓഫ് റോം അല്ലല്ലേ, റോമ. ഓക്കെ, സോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലബ് ഓഫ് റോമിൽ നിന്ന് തുടങ്ങിയ എൻവയറമെൻ്റൽ അവയർനെസ് ആഗോള സമൂഹത്തിൻ്റെ, അപ്പോൾ ആഗോള സമൂഹത്തിന് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു അവയർനെസ് വരുന്നത് ഈ 1950s അല്ലെങ്കിൽ 1960s അപ്പോൾ അതിൽ 1960s പകുതി നടന്ന ക്ലബ് ഓഫ് റോമാണ് അതിൻ്റെ തുടക്കക്കാരൻ. അവരന്നേരം നമ്മൾ പറഞ്ഞു റിസോഴ്സസ് എല്ലാം തീർന്നു പോകും, നമുക്കിനി ഭാവിയിലൊന്നും കഴിക്കാൻ കാണില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു അവർക്ക്. പിന്നീട് വരുമ്പോഴത്തേക്കും ആ വിഷമത്തിൻ്റെ ലെവൽ വേറെ ആയിട്ട് ഒരു ഹയർ ഓർഡർ ലെവൽ 1, 2, 3 അപ്പോൾ അതിൻ്റെ ചിലർ പറയുന്നുണ്ട് എന്താണ് നമുക്ക് എൻവയറമെൻറ്റിൽ ബയോഡൈവേഴ്സിറ്റി ഇല്ലെന്നൊക്കെ ക്ഷീണം വരും. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് ഓസോൺ ലെയർ ഡിപ്ലീറ്റ്. അപ്പം ഫ്രഷ് ചലഞ്ചസ് ഫോർ എൻവയറമെൻറ്റ് ഇൻക്ലൂഡിങ് climate out of the activities of the human beings were a concern of the human beings. They started to become the concern of human beings from 1950s onwards. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ എൻവയറമെൻ്റൽ ഞാനെന്തിനേയും കൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്തു എൻവയറമെൻ്റൽ ഓക്കെ ഞാനെങ്കിലും വരാണ്ടോ എൻവയറമെൻ്റൽ കൺവെൻഷൻസ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് നമ്മളതിനെ കണ്ടാൽ അതിൻ്റെ ഒരു ചരിത്രം കൺവെൻഷൻസ്. അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വരവ് ശരിക്കും ഒരു നാച്ചുറൽ റിസോഴ്സിൻ്റെ കുറവിൽ നിന്നും ഓസോൺ ലെയർ ഡിപ്ലീഷനിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകുന്നതിൽ നിന്നും പിന്നെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ലെറ്റ് മീ റൈറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ബയോഡൈവേഴ്സിറ്റി ഓക്കെ, പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ ഓർക്കണം. ഇത് നാച്ചുറൽ റിസോഴ്സിലാണ് ക്ലബ് ഓഫ് റോമിൻ്റെ പ്രശ്നമെങ്കിൽ, ഓസോൺ ലെയർ ഡിപ്ലീഷനാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമെങ്കിൽ, റിയോ എർത്ത് സമ്മിറ്റിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണെങ്കിൽ പിന്നീട് അത് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എവിടെ വന്നു, ക്യോട്ടോയിലും പാരീസിലും വന്നു. അപ്പം ഗ്രേവർ സീരിയസ് എൻവയറമെൻ്റ് പ്രോബ്ലം ലോകത്തിൽ നേരിടുന്നു, അല്ലെങ്കിൽ ലോകം അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ലോകം എടുക്കാൻ തയ്യാറാണ് എന്നാണ് ഈ ക്ലബ് ഓഫ് റോം തൊട്ട് ഏറ്റവും അവസാനത്തെ പാരീസ് വരെയുള്ള പാരീസ് വരെയുള്ള ഇൻ്റർനാഷണൽ എൻവയറമെൻ്റൽ കൺവെൻഷൻസിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു സീക്വൻസ് അതിൻ്റെ ഒരു പുരോഗതി സീക്വൻസ് അതിൻ്റെ പോക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ മോൺട്രിയൽ കണ്ടാണ്, എർത്ത് സമ്മിറ്റൊക്കെ നമ്മൾ കണ്ടാണ്. ഇനി നമുക്ക് ക്യോട്ടോയിലേക്ക് വരാം. സോ ദി ക്യോട്ടോ പ്രോട്ടോക്കോൾ ഈസ് ആൻ ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ് ലിങ്ക്ഡ് ടു ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ, കൺവെൻഷൻ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച്, ഓക്കെ, UNFCCC, which commits the parties. Who are the parties? Parties are actually the government themselves. The signatories, the participants or participating in this particular convention are called the parties. Okay, conference of the parties എന്ന് തന്നെയായിരുന്നു നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. സെറ്റിംഗ് ഇൻ്റർനാഷണലി ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർജറ്റ്സ്. അപ്പം ഇതിനു മുമ്പുള്ള എഗ്രിമെൻറ്റ്സ് ഒക്കെ പലപ്പോഴും നമ്മൾ ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കുക, ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സ് ഇല്ലാതായിരുന്നുണ്ട്. ഇവിടെ എന്താണ് കാണുന്നത്? അങ്ങനെ നമ്മൾ ഏറ്റുപറച്ചിലുള്ളോ അവയർനെസ് കൊണ്ടോ മാത്രം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നിർത്താൻ പാടില്ല, മറിച്ച് അതൊരു പുതിയ ലെവലിലേക്ക് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തുറന്ന് ചില കമ്മിറ്റ്മെൻറ്റ് നടത്തണം, ചില ബൈൻഡിങ് നമ്മൾ ഏറ്റെടുക്കൽ നടത്തണം. നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതല്ലാതെ, മറിച്ച് അതിന് പകരം ഇത് കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അഡ്വേഴ്സ് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ചില കമ്മിറ്റ്മെൻറ്റുകൾ, ചില കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് ലോകത്തെ മാറ്റി ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഒരു സീരിയസ്നെസ് അതാണ്. ഓക്കെ, സോ ഇൻ്റർനാഷണലി ബൈൻഡിങ്. സോ വാട്ട് ഈസ് ബൈൻഡിങ് മീൻസ് വിച്ച് ഈസ് applicable to us, which we should implement. That is the meaning of binding.
ഓക്കെ. ഇപ്പം നമുക്കത് ബൈൻഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബാധകമാണെന്ന് അർത്ഥം. നമ്മൾ വാഗ്ദാനങ്ങൾ പറയുകയും ഭയങ്കര പ്രതിജ്ഞ എടുക്കുകയും വികാരവത്കരണം നടത്തുകയും ചെയ്തിട്ട് ഇറങ്ങിപ്പോരുത്. മറിച്ച് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സബ്സ്റ്റൻസ് നമ്മൾ കുറയ്ക്കണം. അങ്ങനെ നമ്മൾ പൊതുജനങ്ങളുടെ മുകളിൽ, പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുകളിൽ ചില ബൈൻഡിങ് ആയിട്ടുള്ള എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് എത്രമാത്രം നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കും. ഓക്കെ. അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കും. അതുപോലെ നമ്മൾ എത്രമാത്രം ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യും, എത്രമാത്രം നമ്മൾ ഫോറസ്റ്റ് നമ്മൾ വെച്ച് പിടിപ്പിക്കും, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. ഓക്കെ. സോ 191 countries are ratified this Kyoto Protocol which took place in Japan. Okay. So except countries like Andorra, Canada, South Sudan and the United States. The name United States very important because it is the largest emitter of greenhouse gases. It has achieved tremendous development by emitting greenhouse gases. അപ്പോൾ ലോകത്തിലെ കരി, ലോകത്തിലെ പുക അമേരിക്കയുടെ വ്യവസായവത്കരണത്തിൽ നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കവിതയൊക്കെ ഉണ്ട്. ഒരു കഥയല്ല, ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാട്ടോ. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞേക്കുവാണ്, അമ്മയെക്കുറിച്ചുള്ള കഥയാണ്. എല്ലാ ആൾക്കാരും അമ്മയെക്കുറിച്ച് പറയാം. അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞേക്കുക, അടുക്കളയിലെ കരിയും പുകയുമാണ് അമ്മ, അമ്മ തിന്നാതെ സൂക്ഷിച്ചു വെച്ച കഞ്ഞിയും പയറുമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ, അമ്മ സൂക്ഷിച്ചു വെച്ച കഞ്ഞിയും പയറും കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളാണ് അമ്മ എന്നാണ് എന്ന് പറയുന്ന പോലെ ഈ ലോകത്തിലെ കരിയും പുകയും നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് അമേരിക്ക. നമുക്ക് അമേരിക്ക മാത്രം കുറ്റപ്പെടാൻ പറ്റില്ല, ചൈനയെ നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മളല്ലാത്ത ബാക്കി എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തും. അതാണല്ലോ നമ്മുടെ ഒരു സ്റ്റൈൽ. അപ്പം ചൈനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇപ്പം അമേരിക്ക ഡെവലപ്ഡ് ആയി, നമ്മളതിൻ്റെ ഡാറ്റ കാണും. ചൈന ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെവലപ്ഡ് ആവുന്ന സ്വപ്നം കാണുന്നവരാണ്. നമ്മുടെ മുമ്പിൽ ഈ കമ്മിറ്റ്മെൻറ്റ് വലിയൊരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം നമുക്ക് പുക പുറത്തേക്ക് വിടാൻ പാടില്ല. അപ്പോൾ അതുതന്നെ നമ്മളെ ഡെവലപ്മെൻറ്റ് ഇല്ലെന്നാക്കി കളയും. ചൈനയോ ഓൾറെഡി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പുറപ്പെടാതെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. അമേരിക്ക ഇതെല്ലാം ലോകത്തിൻ്റെ ദൃഷ്ടികോണിൽ എൻവയറമെൻ്റൽ ചലഞ്ചസ് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ശൈശവത്തിലൂടെയും ബാല്യത്തിലൂടെയും കൗമാരത്തിൽക്കൂടെയും യൗവനത്തിൽക്കൂടെയും കടന്നുപോയൊരു ഇക്കോണമിയാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്ക ഇതൊന്നും ബാധകമല്ല. ഇപ്പോൾ അവർ ക്ലൈമറ്റ് കൺട്രോൾ അഡാപ്റ്റേഷൻ നടത്തിയാൽ മാത്രം മതി. അപ്പം ഈ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടി ആരാണെന്നറിയോ? ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. അത് ആഫ്രിക്കയിലെ രാജ്യങ്ങളാണോ? അവരെപ്പോഴും കൃഷിയിലാണ് നിൽക്കുന്നത്. അവർ എമിഷനൊന്നും നടത്തുന്നില്ല. പക്ഷേ എല്ലാ വെള്ളപ്പൊക്കങ്ങളും എല്ലാ ഡ്രോട്ടുകളും എന്ന് പറഞ്ഞാൽ വരൾച്ചകളും അഫക്റ്റ് ചെയ്യുന്നത് എൻവയറമെൻ്റ് എമിഷൻ പ്രശ്നങ്ങളില്ലാത്ത ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ്, ഇക്വേറ്ററിന് ചുറ്റും താമസിക്കുന്ന രാജ്യങ്ങളിലാണ്. അമേരിക്കയിലാണോ? അല്ല. ചൈനയിലാണോ? അല്ല. അതെവിടെയാണ്? അത് ട്രോപ്പിക്കിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾ പുക വന്നിട്ടും നമ്മളതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. നമുക്കതിന് നേരെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സഹതാപകരമായ കാര്യം. ഓക്കെ. സോ നമ്മൾ യുഎസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ വാസ് അഡോപ്റ്റഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ on 11 December 1997, around how much years back? Around 23 years back, and entered into force on 16 February 2005. Its first commitment period started in 2008 and ended in 2012 in Doha, Qatar. ഇതൊക്കെ നമ്മൾ കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് കണ്ടാണെങ്കിൽ നിങ്ങൾ മറന്നു കാണും. ഓക്കെ. സോ ഇതാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻവയറമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില മെഷേഴ്സ്, അതിന് പല ഫേസ് ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. Then what is the summer substance of Kyoto Protocol? Under the Kyoto Protocol, a mechanism was designed to reduce the greenhouse gas emission. അപ്പം ഒരു മെക്കാനിസം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, ക്ലീൻ എനർജി കൊണ്ട് ആൻഡ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, എല്ലാവരും ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എമിഷൻ ട്രേഡിങ്, കാർബൺ എമിഷൻ ട്രേഡിങ്. ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. നമ്മൾ വനം വെച്ച് പിടിപ്പിച്ചിട്ട് അത് 1 ടൺ കാർബണിനെ അബ്സോർവ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുക. ആ സർട്ടിഫിക്കറ്റ് കാർബനെ എമിറ്റ് ചെയ്യുന്ന ആൾക്ക് വിൽക്കുക, നമുക്കൊരു പൈസ കിട്ടും. അതിനാണ് നമ്മൾ കാർബൺ ട്രേഡിംഗ് എന്ന് പറയും. ഓക്കെ. എമിഷൻ ട്രേഡിംഗ് എന്നും പറയും. ഓക്കെ. ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ റെക്കഗ്നൈസ് ദാറ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആർ പ്രിൻസിപ്പൽ റെസ്പോൺസിബിൾ ഫോർ current high levels of greenhouse gas emissions in the atmosphere as a result of more than 150 years of industrial activity. Remember, over the last 150 years, these industrialized countries were emitting gases in their route to or achievement of industrialization. അപ്പോൾ അതിന് ലോകം കൊടുക്കുന്ന ഒരു പെനാൽറ്റിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതിനാരാണ് കൂടുതൽ റെസ്പോൺസിബിൾ? ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയലൈസ്ഡ് രാജ്യങ്ങൾ. ദി പ്രോട്ടോകോൾ പ്ലേസസ് ഹെവിയർ ബർഡൻ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് അണ്ടർ ദി പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അറിയാം, ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്,
പക്ഷേ ഒരേ അളവിലല്ല. അപ്പോൾ കോമൺ ആണ് ഉത്തരവാദിത്തം, പക്ഷേ ഒരേ അളവിലല്ല, വ്യത്യസ്തമാണ്. നീ ഏറ്റവും കൂടുതൽ കാർബൺ വഹിക്കുകയാണെങ്കിൽ നീയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കറക്റ്റ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യും, ഞാനല്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ കാർബൺ എമിറ്റ്, എനിക്കത് എൻ്റെ കാർബൺ എമിഷൻ കൺട്രോൾ ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കാർബൺ എമിഷൻ കുറഞ്ഞൊരു രാജ്യത്തിനുമുണ്ട്, അവർ കുറച്ച് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറയ്ക്കണം. അതാണ് ഇവിടെ പറയുന്നത്, കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് responsibilities. Okay, so that was a slogan of the Kyoto Protocol. Now we are coming to the last event on climate rescue conventions, that is the Paris Climate Agreement, which took place in 2015. 2015 5 വർഷങ്ങൾക്ക് മുമ്പ് ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ രാജ്യങ്ങളൊക്കെ കൂടി ഒരു പ്രതിജ്ഞയെടുത്തു, ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതിന് നമ്മൾ പറയുന്നവരാണ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റ്. ആ ക്ലൈമറ്റ് എഗ്രിമെൻറ്റിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ പേര് നമ്മളിവിടെ പറയുകയാണ്. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 15.74 million tons, ചൈന 7, യു 6, ഇന്ത്യ 1.83. വളരെ കുറവാണ് ഇന്ത്യ, ശരിയല്ലേ? നമ്മൾ യുഎസുമായിട്ട് ആലോചിച്ച് നോക്കൂ, കമ്പയർ നോക്കൂ, അല്ലെങ്കിൽ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യും, വളരെ കുറവാണ്. ഇപ്പോൾ ചൈനയിലെ ബീജിങ്ങിൽ എന്ത് സംഭവിക്കുന്നറിയോ? ബീജിങ്ങിൽ പുക ഇങ്ങനെ കെട്ടിക്കിടക്കുക. അല്ലെങ്കിൽ ബീജിങ് അങ്ങോട്ട് ചൈനയിലെ ഇന്നർ ടൗൺസുകളിലൊക്കെ നമ്മളെ കടലോരത്തുള്ള കാറ്റൊന്നുമില്ല. അമേരിക്കയിലെ തീരദേശത്തൊക്കെ അമേരിക്ക വലിയൊരു തീരദേശമുള്ള കാറ്റുണ്ട്. പക്ഷേ ഇവിടെ ചൈനയിലൊക്കെ അങ്ങനെയല്ല സ്ഥിതിവിശേഷം, ഭയങ്കര മോശമാണ്. അപ്പം ചൈനയിലെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ. ഇന്ത്യയിലെ നമ്മൾ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പോപ്പുലേഷൻ രാജ്യമായിട്ടുള്ള രാജ്യം ഇതാ ഇത്രയും കാർബൺ മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് അമേരിക്കയുടെ അവസ്ഥ അല്ല. അപ്പോൾ യുവിലും പോപ്പുലേഷൻ കുറവ്, പക്ഷേ കാർബൺ എമിഷൻ കൂടുതലാണ്. അപ്പോൾ പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ ഇന്ത്യ കുറവാണ്. പെർ ക്യാപിറ്റൽ ഇൻകം അല്ല, കാർബൺ എമിഷൻ അത് ഇന്ത്യ ഭയങ്കര കുറവാണെന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതാണ് ലാർജ് നമ്പർ ഓഫ് കൺട്രീസ് റാറ്റിഫൈഡ് ദി എഗ്രിമെന്റ്, ബട്ട് ലേറ്റർ US വാസ് വിത്ഡ്രോൺ ഫ്രം ഇറ്റ്. പ്രധാനപ്പെട്ട കേട്ടോ. ആസ് ഓഫ് August 2020, 189 countries of the 195 UNFCCC members have signed the agreement and 186 have become parties to it. The agreement aims at reducing the emission of greenhouse gases and has the following objectives. Okay, then what are the objectives? Holding the increase in the global average temperature well below 2 degrees Celsius above the pre-industrial level. pre-industrial ലെവലിനേക്കാൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2 degrees Celsius കൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കാം. ഓക്കെ, ദെൻ പർസ്യൂട്ട് എഫോർട്ട് ടു ലിമിറ്റ് ദ ടെമ്പറേച്ചർ ഇൻ ദിസ് 1.5 degree above the pre-industrial levels. ഓക്കെ, ഇതൊക്കെ ഇത്ര പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഇൻക്രീസിംഗ് ദി എബിലിറ്റി ടു അഡാപ്റ്റ് ദി അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫാസ്റ്റർ ക്ലൈമറ്റ് റെസിലിയൻസ്, ക്ലൈമറ്റിനെ ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ആൻഡ് ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഡെവലപ്മെൻറ്റ് ഇൻ എ മാനർ ദാറ്റ് ഡസൻറ്റ് ത്രെട്ടൻ ഫുഡ്സ് പ്രൊഡക്ഷൻ കുറയരുത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുകയും ചെയ്യണം. മേക്കിംഗ് ഫൈനാൻസ് ഫ്ലോസ് കൺസിസ്റ്റൻറ്റ് വിത്ത് എ പാത്വേ ടുവേഴ്സ് ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പം ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള, ക്ലൈമറ്റ് ചേഞ്ചിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്കുള്ള ഒരു മാർഗം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളതിനെ ഫണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി മുഴുവൻ ഡെവലപ്ഡ് കൺട്രീസാണ്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനായത് അവരെന്ത് ചെയ്യണം? ഈ ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ മിഷനെ ഫൈനാൻസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സൗരോർജ്ജ പ്ലാനുകൾ കൊണ്ടുവരിക. സോളാർ എനർജി നമുക്ക് അതിൻ്റെ ബാറ്ററിയും പാനലും കൂടെ വെക്കുമ്പോഴത്തേക്കും 2.5 ലക്ഷം രൂപയാവുന്ന ഗവൺമെൻറ് അത് 1.5 ലക്ഷം രൂപയുടെ സബ്സിഡി തരുന്നുണ്ട്. ബാക്കി 1 ലക്ഷം രൂപ നമ്മൾ പൈസ എടുത്താൽ മതി. ഈ 1.5 ലക്ഷം രൂപ ഗവൺമെൻറ് തരുമ്പോൾ ഗവൺമെൻറ് അവിടെ പൈസ ഇരിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ്റിന് ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു എത്ര കൊടുക്കണം, ആര് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഗേറ്റ് ലൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗേറ്റ് ലൈൻ അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉള്ള ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സിനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 150 വർഷമായിട്ട് പുക വമിപ്പിച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള USA, നമ്മൾ USA എപ്പോഴും വില്ലനായിട്ട് അവതരിപ്പിക്കരുത്. അവർ ഭയങ്കര ഒത്തിരി നല്ല ഗുണങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ചൈനയെ, നമ്മൾ ഈ ഇന്നത്തെ ചൈനയാണ് ഇന്നലത്തെ USA നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ അവരെ സംബന്ധിച്ചോളം അവർ വികസനം പ്രാപിച്ച് ലോകത്തിനെ മുഴുവൻ ക്ലൈമറ്റ് മോശമാക്കിക്കണ്ട. അപ്പോൾ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് നമുക്കും പോസിറ്റീവ് എഫക്റ്റ് അവർക്കും ആയിപ്പോയി. അപ്പം ക്ലൈമറ്റ് എന്നുള്ളൊരു പൊതു കമ്മോഡിറ്റി ആണെങ്കിൽ അതിനെ മോശമാക്കേണ്ട ഉത്തരവാദിത്തം, അതിൻ്റെ നന്മയും അതിൻ്റെ ഗുണവും അനുഭവിച്ചാണ് USA, ഇപ്പോഴത്തെ ചൈനയും അല്ലെങ്കിൽ നമ്മളെ യൂറോപ്യൻ യൂണിയൻ അതിന് ശിക്ഷ അനുഭവിക്കുന്നവരാണ് നമ്മളിവിടെ നിന്ന് വെള്ളപ്പൊക്കവും എപ്പോഴും അൺസർട്ടൺ ആയിട്ടുള്ള ക്ലൈമറ്റും വെതർ കണ്ടീഷൻസും എല്ലാം ഇപ്പോൾ ഇവരുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്താലും, നമ്മൾ സോളാർ എനർജി കൊണ്ടുവന്നു, നമുക്ക് കോളായിരുന്നു ഇഷ്ടം, നമുക്ക് കോളാണ് കൂടുതൽ നല്ലത്, എക്സ്പെൻസും കുറവ്, നല്ല ഇലക്ട്രിസിറ്റി, നല്ല പവറുള്ള ഇലക്ട്രിസിറ്റിയും കോളാണ്. പക്ഷെ നമ്മൾ സോളാർ എനർജി സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാനുള്ള പൈസ ഇല്ല.
അല്ലെങ്കിൽ നമ്മുടെ പോളാർ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫണ്ടിങ് ഇവർ നടത്തണം, ഇവർ ടെക്നോളജി തരണം, ഇവർ ഫൈനാൻസ് ചെയ്യണം. ഇതുവല്ല ഇപ്പോൾ നടക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ പറയണമെന്ന് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടു നോക്കൂ, ഇന്ത്യയിൽ ഗ്രീൻ എനർജി കൊണ്ടുവരുന്നതിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം എന്തെങ്കിലും ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഡെവലപ്പ് കൺട്രീസ് തരുന്നതല്ലാതെ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെയാണ്. അതാരുടെയാണ്? നമ്മുടെ ജനങ്ങളുടെ തന്നെയാണ്. അപ്പം ഇന്ത്യ എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് അഡപ്റ്റ് ചെയ്യണമെങ്കിൽ അത് പാവപ്പെട്ട ജനങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഡെവലപ്ഡ് കൺട്രീസ് പോകുമ്പിച്ച് അവർക്ക് നമുക്കൊരു പൈസ തരേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവരെ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ഇപ്പോൾ ഇല്ല. അതിന് ഇവർ തയ്യാറുമില്ല. ഡെവലപ്ഡ് കൺട്രീസ് നമുക്കറിയാം, ട്രംപിനെ പോലുള്ള ആൾക്കാർ ഒരു 5 പൈസ പോലും കൊടുക്കാത്തവരാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒഴിവാക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു പ്രോഗ്രാമും ഫിനാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പൈസ തരാൻ അവർ തയ്യാറില്ല. അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ മുഴുവൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പാരീസ് കൺവെൻഷൻ. പിന്നെ അതിൻ്റെ അകത്ത് ഇന്ത്യ എടുത്തേക്കുന്ന എന്തെല്ലാം മെഷേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറയും, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യും, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കും, 2005 ലെവലിലേക്ക് കുറയ്ക്കും, ഓരോ വർഷം ടാർഗറ്റ് വെക്കും. പിന്നെ ആ പടയുള്ള ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാം, ഇന്ത്യയിൽ ഈ ലോകത്തിലെ ഇന്ത്യക്ക് ചെയ്യാൻ പോകുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വനം വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിൽ പാരീസ് കൺവെൻഷനിൽ ഇന്ത്യസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇൻറ്റൻസിറ്റി ഓഫ് GDP will be reduced by 33 to 35% below 2005 levels by 2030. 2030 ആകുമ്പോഴത്തേക്കും 2005 ലെവലിനേക്കാളും 33 to 35 ലെവലിൽ അതിലും കുറച്ച് എമിഷൻ നടത്താൻ ഇന്ത്യ നോക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും, നമ്മൾ കമ്പഷൻ എഞ്ചിനൊക്കെ ഇല്ലെന്നൊക്കെ വണ്ടിയൊക്കെ നമ്മൾ എന്താ കണ്ടു, ഇലക്ട്രിക് എഞ്ചിനിലൂടെ നമ്മൾ വണ്ടി കൊണ്ടുകൊണ്ട് വരും. ഓക്കെ, ദെൻ എൻഹാൻസ്മെൻറ്റ് ഓഫ് നോൺ ഫോസിൽ ഫ്യൂൽ സോഴ്സസ്. നമ്മൾ പറഞ്ഞ ലിഥിയം ബാറ്ററി, ലിഥിയം മുഴുവൻ ചാനലാട്ടോ, പറഞ്ഞിരുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൽ സോഴ്സ് നമ്മൾ ഒഴിവാക്കും. നോൺ ഫോസിൽ ഫ്യൂൽ സോഴ്സ് നമ്മൾ ഉപയോഗിക്കും, സോളാർ എനർജി പോലെയുള്ള, വിൻഡ് എനർജി പോലെയുള്ളത്. ഓക്കെ, ദെൻ ക്രിയേഷൻ ഓഫ് ആൻ അഡീഷണൽ കാർബൺ സിങ്ക് ഓഫ് 2.5 to 3 billion tons of carbon dioxide equivalent through additional forest and tree cover by 2030. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ട്രീ കവർ നമ്മൾ എക്സ്റ്റാബ്ലിഷ്. മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ആർ on a mission to reduce carbon emission through several measures. This will reduce greenhouse gas emission and soften climatic change effects. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, എല്ലാ രാജ്യങ്ങളും തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിന് ക്ലൈമറ്റ് ചേഞ്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയിലാണ്. എല്ലാവരും സെൽഫ് അഡോപ്റ്റഡ് ആയിട്ടുള്ള കാർബൺ എമിഷൻ റെസ്ട്രിക്ഷൻ ആൻഡ് റിഡക്ഷൻ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ദാറ്റ് ഈസ് all about this topic. That means the different international environmental conventions give importance to Paris Climatic Conference. Sometimes it may be asked in the examination even though it is not that much stressed in the syllabus. അപ്പോൾ പാരീസ് നിങ്ങൾ പഠിക്കണം, ക്യോട്ടോ പ്രോട്ടോക്കോൾ പഠിക്കണം, അതുപോലെ തന്നെ റിയോ എർത്ത് സമ്മിറ്റ് നമ്മൾ പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു. ഞാൻ ഈ ടോപ്പിക്ക് നിർത്തിയിട്ട് അത് നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. അത് കൂടെ തുടങ്ങാനുള്ള സമയമുണ്ട് നമുക്ക്.